ഹായ് ഡിയേഴ്സ്, ഒരു പ്രവാസിയുടെ കയ്യൊപ്പ് എന്ന നോവൽ തുടരുന്നു. ഉമ്മയും ബാപ്പയും ഈ ലോകം വിട്ടുപോയി. ഉമ്മയുടെയും ബാപ്പയുടെയും മുഖം അവസാനമായി കാണാൻ വിധിയില്ലാതെ താൻ മണലാരണ്യത്തിൽ. വർഷങ്ങൾ പിന്നെയും പിന്നിട്ടു. മകളുടെ കല്യാണം കഴിഞ്ഞു. ജ്യേഷ്ഠൻ അബുവാണ് കൈകൊടുത്തത്. സ്വന്തം മകൾ സുമംഗലിയായി ഇറങ്ങിപ്പോകുന്നത് കാണാൻ വിധിയില്ലാത്ത താൻ ഈ ഈന്തപ്പഴച്ചോട്ടിലിരുന്നു. മകളുടെ കല്യാണത്തിന്റെ ആർഭാടത്തിൽ ലോൺ എടുത്താണ് താൻ കടക്കാരനായത്. ഗൾഫുകാരൻ്റെ മകളുടെ കല്യാണം അതിൻ്റെ നിനക്കും വിലക്കും ചേർന്ന രീതിയിൽ നടത്തണമെന്ന നിർബന്ധം ഭാര്യയ്ക്കായിരുന്നു. അതിനായി അവൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. കടം വീട്ടാനായി താൻ ഓവർ ടൈം ജോലി ചെയ്തു. തൻ്റെ ശരീരം ക്ഷീണിക്കാൻ തുടങ്ങി. ഗൾഫിലെ ഡോക്ടറെ കാണിച്ചു. കുറവില്ല. അങ്ങനെ നാട്ടിലേക്ക് വിമാനം കയറി. ഇവിടുത്തെ ഡോക്ടർമാർ തനിക്ക് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. കുഞ്ഞുമാനുവിൻ്റെ ശ്വാസം പോയിക്കൊണ്ടിരുന്നു. ആർക്കൊക്കെയോ വേണ്ടി മരുഭൂമിയിൽ അധ്വാനിച്ച ആ നല്ല മനുഷ്യൻ്റെ ശ്വാസം നിലച്ചു. കഴിഞ്ഞു. മറ്റൊരു നോവലുമായി വീണ്ടും വരാം. ഗുഡ് നൈറ്റ്. പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് ഷെയർ, പ്ലീസ് ലൈക്ക്, പ്ലീസ് കമൻറ്റ്.